ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നവംബർ 2025 തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒട്ടനവധി വിജ്ഞാപനങ്ങളാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, ഏജ് ലിമിറ്റ് എത്രയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി തന്നെ കാണുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് BSF കോൺസ്റ്റബിൾ GD സ്പോർട്സ് കോട്ടയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 4/11/2025 ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സിനകത്ത് വരുന്ന 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് വരുന്നത് മെറിറ്റ് ലിസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ടിയർ റാലി 2025 ആണ്. സോൾജിയർ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് വരുന്നതാണ്. ഡേറ്റ് അതായത് കേരള സോണിൽ നമ്മുടെ ടിയർ റാലി നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 27 മുതൽ 28 വരെയാണ്. അപ്പോൾ ഈ ഒരു റാലിയിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു റാലിയിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആണ്. ഈ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 4/10/2025 ആയിരുന്നു. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/11/2025, അതായത് നവംബർ 21 വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരം ലഭിക്കുന്നത്. വേക്കൻസി എന്ന് പറയുന്നത് 5000-ൽ പരം വേക്കൻസീസ് ആണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 5810 വേക്കൻസികളാണ് RRB NTPC ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ ആർമി ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കുള്ളതാണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 14, 2025 ആയിരുന്നു. ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത് നവംബർ 13, 2025 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ തീർച്ചയായിട്ടും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് 16.5 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള മെയിൽ കാൻഡിഡേറ്റ്സ്, അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗ്രൂപ്പ് C സിവിലിയൻ പോസ്റ്റിലേക്കാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഒരുപാട് പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് 23 ഒക്ടോബറിനായിരുന്നു. അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 6, 2025 വരെയാണ്. അപ്പോൾ ധാരാളം സമയം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ള അവസരമാണിത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ധാരാളം പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ആർമി ഗ്രൂപ്പ് C മിലിറ്ററി കോളേജ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ളതായിരുന്നു. സ്റ്റാർട്ടിംഗ് ഡേറ്റ് അതായത് ആപ്ലിക്കേഷൻ നൽകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒക്ടോബർ 25, 2025 മുതൽ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 14, 2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് കൂടി ശ്രദ്ധിക്കുക. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ ധാരാളം പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ വിളിച്ചതായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആണ്. അതായത് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൂടിയാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ RRB NTPC എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് 28/10/2025 ആപ്ലിക്കേഷന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് നവംബർ 27, 2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിലേക്ക് 4 പ്രധാനപ്പെട്ട പോസ്റ്റിലേക്കാണ് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അക്കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3000-ൽ പരം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 3058 വേക്കൻസീസ് ആണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് തീർച്ചയായിട്ടും RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുകയും ഈ വന്നിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങളുടെ പ്രായപരിധി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കായിട്ട് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ റൺ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്ന് പറയുന്നത്. ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ. ഈ ഒരു ചാനൽ വഴി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിൻ്റെ PDF, ലൈവ് ക്ലാസ്സസിൻ്റെ അപ്ഡേറ്റ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചോ അതല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒന്നെങ്കിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കുകയോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനായിട്ട് ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.